തെലങ്കാനയിൽ 40,000 പേർക്ക് തൊഴിൽ നൽകിക്കൊണ്ട് കിറ്റെക്സ് സാബു വാക്ക് പാലിച്ചിരിക്കുന്നു. പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന തടങ്കൽ പാറകളെ വളർച്ചയിലേക്കുള്ള പടവുകളാക്കി വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ടാണ് സാബു ജേക്കബിന്റെ ഈ വിജയം. കേരളത്തിലെ വികസന വിരോധികൾ ഒരു വശത്തും കേരള സർക്കാർ മറുവശത്തും നിന്ന് ആക്രമിച്ച് ആട്ടിപ്പായിച്ച കിറ്റെക്സ് സ്ഥാപനങ്ങളുടെ ഉടമ സാബു എം ജേക്കബ് 40,000 പേർക്ക് തൊഴിൽ നൽകുന്ന കിറ്റെക്സിന്റെ 2 ഫാക്ടറികൾ ആന്ധ്രയിലെ വാറങ്കലിൽ പൂർത്തീകരിച്ചിരിക്കുന്നു. തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു ഉടൻ ഈ ഫാക്ടറികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് ദൈവാനുഗ്രഹവും ഇച്ഛാശക്തിയും കഠിനാധ്വാനവും സമന്വയിക്കുന്ന ഒരു പ്രവൃത്തിയാകുമ്പോൾ തന്നെ അത് സാബു ജേക്കബിന്റെ കേരള സർക്കാരിനോടുള്ള ഒരു മധുര പ്രതികാരമായി മാറുകയാണ്. കാലം എത്ര കഴിഞ്ഞാലും ഈ നാട് നന്നാകാനോ വികസിക്കാനോ ചിലർ അനുവദിക്കത്തില്ലെന്നും നാടിന്റെ വികസനത്തെക്കാൾ ചിലർക്ക് സ്വന്തം വികസനവും ചിലർക്ക് പ്രാധാന്യം പക പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന മാനസിക സുഖത്തിനാണെന്നും കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളം കണ്ടതാണ്. കേരളത്തിലെ തൊഴിലിടങ്ങളിലെ വർത്തമാനകാല സ്ഥിതിഗതികൾ ഇടത് വലത് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ കെടുകാര്യസ്ഥത മൂലം ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നത് കൊണ്ടാണ് കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന 40,000 തൊഴിലവസരങ്ങൾ തെലുങ്കർ കൊണ്ടുപോയത്. വാറങ്കലിലെ കഗതിയ മെഗാ ടെക്സ്റ്റൈൽസ് പാർക്കിലെ കിറ്റെക്സിന്റെ ഉടമസ്ഥതയിലുള്ള 2 ഫാക്ടറികളാണ് ഉദ്ഘാടനത്തിനായി ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. കോൺഗ്രസിലെ ചിലരുടെയും CPMലെ ചില അധികാരസ്ഥരുടെയും തീരാത്ത പക നിമിത്തം തുടർച്ചയായ ആക്രമണങ്ങളും റെയ്ഡുകളും കൊണ്ട് കേരളത്തിൽ നിന്ന് നിർബന്ധപൂർവം ആട്ടിപ്പായിക്കപ്പെട്ട സാബു എം ജേക്കബ് അങ്ങേയറ്റം നിക്ഷേപ സൗഹൃദമായ ആന്ധ്രയിലെ തെലങ്കാനയിൽ തല ഉയർത്തിപ്പിടിച്ച് വിജയം കുറിക്കുകയാണ്. പുത്തൻ സംരംഭങ്ങൾക്ക് മുന്നിൽ കൊടികുത്താൻ വെറി പൂണ്ട് നടക്കുന്ന തൊഴിലാളി സംഘടനയ്ക്കും സാബുവിനെ ആട്ടിപ്പായിച്ച് മാനസിക സുഖം ആസ്വദിച്ച ഇവിടുത്തെ ഭരണ നേതൃത്വത്തിനും കിട്ടിയത് ഒന്നാം തരം തിരിച്ചടി തന്നെയാണ്. താൻ കേരളത്തിൽ നിന്നും സ്വയം പോകുന്നതല്ല, മറിച്ച് തന്നെ ആട്ടിപ്പായിച്ചതാണെന്നും കേരളം മാത്രം ഇനിയും മാറിയിട്ടില്ലെന്നും നമ്മൾ ഇന്നും 50 വർഷം പിന്നിലാണെന്നും തുറന്നടിച്ചതിനു ശേഷമാണ് സാബു ജേക്കബ് തെലങ്കാന സർക്കാരിന്റെ പ്രത്യേക ക്ഷണിതാവായി സർക്കാർ വക ജെറ്റ് വിമാനത്തിൽ തെലങ്കാനയിൽ എത്തിയത്. അങ്ങനെ അദ്ദേഹം വിജയബേരി മുഴക്കുന്നതിന് ഇടയിലാണ് വിദേശത്ത് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ടൊരു ബസ് വാങ്ങി നാട്ടിലോടിച്ച് 4 ആൾക്ക് പണി കൊടുത്തതിന്റെ പേരിൽ ബസ്സിന് മുകളിൽ കൊടികുത്തി ട്രിപ്പ് മുടക്കുന്ന തൊഴിലാളി നേതാക്കന്മാരെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. 1350 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കഗതിയ മെഗാ ടെക്സ്റ്റൈൽസ് പാർക്കിലെ 2 കിറ്റെക്സിന്റെ ഫാക്ടറികളിലൂടെ 2400 കോടിയുടെ 2 നിക്ഷേപമാണ് കിറ്റെക്സ് ആന്ധ്രയിൽ നടത്തിയത്. സംസ്ഥാനത്തിന് ഗുണകരമായി മാറേണ്ട ഇത്തരം വ്യവസായങ്ങളും സംസ്ഥാനത്ത് പ്രയോജനപ്പെടേണ്ട എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രൊഫഷണലുകളും അന്യ സംസ്ഥാനത്തേക്കും വിദേശ രാജ്യത്തേക്കും ചേക്കേറുന്നതിന്റെയും ഇനി ഒരിക്കലും കേരളത്തിലേക്കില്ലെന്ന് ഉഗ്രശബ്ദം ചെയ്യുന്നതിന്റെയും കാരണം ഭരണകൂടത്തിന്റെയും തൊഴിലാളി സംഘടനകളുടെയും ഇത്തരം നിലപാടുകൾ തന്നെയാണ്. തങ്ങൾക്ക് മാത്രം ഗുണം വരാനും തങ്ങൾ മാത്രം സമ്പന്നരാകാനും പൊതുമേഖലയെ പോലും ഹൈജാക്ക് ചെയ്തും പരീക്ഷ എഴുതാതെ ജയിച്ചും ചേർന്ന കോഴ്സ് ജയിക്കാതെ ഉയർന്ന കോഴ്സുകൾക്ക് ചേർന്നും വ്യാജമാർഗത്തിലൂടെ എല്ലാം കൈക്കലാക്കുന്ന അനീതി നിറഞ്ഞ വ്യവസ്ഥിതികൾക്ക് മാറ്റം വരാതെ നമ്മുടെ നാട് നന്നാവുകയില്ല. അനേകം സാബു എം ജേക്കബുമാർ ഇനിയും കേരളം വിട്ട് പോവുകയും ചെയ്യും. തെലങ്കാനയിൽ പോയി വെന്നിക്കൊടി പാറിച്ച സാബു ജേക്കബിന് അഭിവാദ്യങ്ങൾ.